Hello friends, ഞാൻ മുരളീകൃഷ്ണൻ. വെൽക്കം ടു McTronix. ഇന്ന് ഞാൻ കിടിലം ഒരു എക്സ്പെരിമെൻറ്റുമാണ് വന്നിരിക്കുന്നത്. എന്താണത്? ഡാൻസിങ് ഫ്ലെയിംസ്. എന്താ ഫ്ലൂട്ട് വായിക്കുന്നതെന്നല്ലേ? മെക്ട്രോണിക്സിൽ ഫ്ലൂട്ടിന് എന്ത് കാര്യം? തീർച്ചയായിട്ടും ഫ്ലൂട്ടിന് കാര്യമുണ്ട്. കാരണം ഫ്ലൂട്ട് ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത്? എന്നാൽ ഈ ഫ്ലൂട്ടിൻ്റെ പുറകിലെ സയൻസ് എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കണ്ടില്ലേ, കുറേ ഹോൾസ് ഉണ്ട് അല്ലേ? എന്നാൽ ഓരോ ഹോൾസുകൾ തമ്മിലും കൃത്യമായ അകലവും അതിൻ്റേതായ വലിപ്പവും ഉണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ പുറകിലെ സയൻസ്? അവിടെയാണ് കളി. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഞാൻ ഇതിൻ്റെ പുറകിലുള്ള രഹസ്യത്തെ പഠിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി അതൊരു റിസർച്ചായിട്ട് എടുത്തു. അങ്ങനെ പോയപ്പോൾ പരിചയമുള്ള ഒരു പേര് ഉടക്കി, ട്യൂബ് റെസണൻസ്. ഈ +2 സയൻസ് ഗ്രൂപ്പ് പഠിച്ച കൂട്ടുകാർക്ക് ഇപ്പോൾ സംഗതി പിടികിട്ടി കാണും അല്ലേ? ശരിയാണ്. +2നും അതുപോലെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കൊക്കെ ട്യൂബ് റെസണൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. നമ്മുടെ ഈ എക്സ്പെരിമെൻ്റ് അത്തരം വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ട്യൂബ് റെസണൻസ്, ഈ ട്യൂബ് റെസണൻസ് എക്സ്പെരിമെൻ്റ് ഓർമ്മയുണ്ടോ? 2 ട്യൂണിംഗ് ഫോർക്ക്, 2 തരത്തിലുള്ള ട്യൂണിംഗ് ഫോർക്ക്, ഒരു റബ്ബർ ചുറ്റിക, റെസണൻസ് കോളത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഗ്ലാസ് ജാറും കുറച്ച് വെള്ളവും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് പക്ഷേ മുൻപ് കണ്ടതുപോലെ ആയിരിക്കില്ല. മാത്രമല്ല കുറച്ച് അപകടം പിടിച്ചതുമാണ്. കാരണം പേര് തന്നെ ഡാൻസിങ് ഫ്ലെയിംസ് എന്നാണല്ലോ. കൃത്യമായ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അതുകൊണ്ട് കൂട്ടുകാരെ ആരും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. ഈ ഡെമോൺസ്ട്രേഷൻ തികച്ചും എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രമാണ്. എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില അടിസ്ഥാന സംഗതികൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിലാദ്യം നമുക്ക് എന്താണ് റെസൊനേറ്റിംഗ് ലെങ്ത് എന്ന് നോക്കാം. ഈ ഫ്ലൂട്ട് നോക്കുക. ഇവിടെ ആദ്യത്തെ ഹോളിലൂടെ ഊതുമ്പോൾ ഏറ്റവും അടുത്ത ഹോൾ എവിടെയാണോ തുറന്നിരിക്കുന്നത് അതിലൂടെയാണ് ആ ശബ്ദം വരുന്നത്. അപ്പോൾ ആ ലെങ്ത് ആയിരിക്കും അതിൻ്റെ റെസൊനേറ്റിംഗ് ലെങ്ത്. ഇപ്പം ഞാനിത് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൽ കൂടെ നമ്മൾ ഊതുമ്പോൾ ഫസ്റ്റ് ഹോളിൽ കൂടെയാണല്ലോ അല്ലേ ശബ്ദം വരിക. അപ്പോൾ ഈ കേട്ട ശബ്ദത്തിൻ്റെ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയുടെ റെസൊനേറ്റിംഗ് ലെങ്ത് എന്ന് പറയുന്നത് ഇത്ര അകലമായിരിക്കും. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു കുപ്പി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സൗണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇങ്ങനെ ഇത് രണ്ടും ഹാർമോണിക്സ് ആണ്, ഈ 2 സൗണ്ടും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫ്ലൂട്ട് എടുക്കുകയാണെങ്കിൽ ഈ 2 തരം ഹാർമോണിക്സ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ ട്യൂബിനകത്ത് ഇങ്ങനെയുള്ള ഫ്രീക്വൻസീസ് എങ്ങനെയാണ് വരുന്നത്, ആ ഫ്രീക്വൻസീസ് വരുമ്പോൾ അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുഴലിക്കാറ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ ഈ ചുഴലിക്കാറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷേപ്പാണല്ലോ വരിക. മോൾ ഭാഗം ചെറുത്, അടിഭാഗം ചെറുത്, നടുഭാഗം വലുത്. ഈ ഒരു ഷേപ്പിലാണ് ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാവുക. അപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന വേവ്സും ഇതേപോലെ തന്നെയാണല്ലോ അല്ലേ? മോൾ ഭാഗം എന്താ പറയുക, സ്റ്റാർട്ടിങ് വന്നിട്ട് ചെറുത്, വലുതാവുന്നു, ചെറുതാവുന്നു, വീണ്ടും വലുതാവുന്നു, ചെറുതാവുന്നു അല്ലേ?
ഇത് ശരിക്കും ഇങ്ങനെ തിരിച്ചും നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാവുന്നതാണ്. നമുക്കിതെല്ലാം അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ എന്താ പറയുക, ഇതൊരു വേവ് ഫോം, ഒരു ചുഴലിക്കാറ്റ് ഒരു വേവ് ഫോം അല്ലേ. ഇത് രണ്ടാമത്തെ ചുഴലിക്കാറ്റ്, രണ്ടാമത്തെ വേവ് ഫോം. ഈ രീതിയിലാണ് ഇവിടെ വേവ്സ് ഉണ്ടാകുന്നത്. അതായത് ചെറിയ ചെറിയ ചുഴലിക്കാറ്റുകളാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതേപോലുള്ള ചുഴലിക്കാറ്റിനെ നമ്മൾ രൂപീകരിച്ച് എടുക്കുന്ന വളരെ കുഞ്ഞു ചുഴലിക്കാറ്റ്, ഈ ഇതിൻ്റെ വണ്ണം ഉണ്ടല്ലോ, ഈ വണ്ണത്തിനനുസരിച്ചുള്ള ചുഴലിക്കാറ്റ് ഇതിനകത്ത് രൂപപ്പെടും നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ ഊതുമ്പോൾ. അത് ആ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന് ഈ അകലം വളരെ പ്രധാനമാണ്. ഈ അകലം നമ്മൾ ഊതുന്നതിൻ്റെ സ്പീഡും വളരെ പ്രധാനമാണ്. അത് വെച്ചിട്ടാണ് കറങ്ങി അതൊരു ഈ ഷേപ്പാവും. ആ ചുഴലിക്കാറ്റ് ഉണ്ടാകുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. കാരണം അതിന് ആ വണ്ണത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായി ഈ ഫ്ലൂട്ടിൻ്റെ വാൾസിനെ പോയി സ്ട്രൈക്ക് ചെയ്യുകയും, അങ്ങനെ മൃദുവായി സ്ട്രൈക്ക് ചെയ്യാം, ഒരുപാട് ഹാർഡായിട്ടല്ല, മൃദുവായിട്ട് സ്ട്രൈക്ക് ചെയ്യും, ഇതിനെ വൈബ്രേഷൻ ചെയ്യുകയും ചെയ്യിക്കുന്നു. ഇതുപോലെ നമ്മളുടെ ഈ ട്യൂബിനകത്തും നമ്മൾ കൃത്രിമമായിട്ട് ഒരു സ്പീക്കർ വഴി കണക്ട് ചെയ്തിട്ട് ഓസിലേഷൻ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഈ ചുഴലിക്കാറ്റിൻ്റെ ഈ ഷേപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ നടുഭാഗം വരുന്ന സമയത്ത് പ്രഷർ കൂടുതലായിരിക്കും, മുകളിലും താഴെയും ലോ ആയിരിക്കും. അപ്പോൾ പ്രഷർ കൂടിയ ഭാഗത്ത് ഫ്ലെയിം കൂടുതൽ കാണിക്കും, കുറഞ്ഞ ഭാഗത്ത് ഫ്ലെയിം കുറവായിരിക്കും. ഇതാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിൽ നമുക്ക് ഓസിലേഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ വേവ് ഫോം എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ഹെഡ്സെറ്റ് യൂസ് ചെയ്താൽ കുറച്ച് നന്നായിട്ട് കേൾക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇവിടെ ഫ്രീക്വൻസി ഓക്സിലേറ്ററിൻ്റെ സൗണ്ട് നന്നായി കുറയ്ക്കുകയാണ്, കാരണം അത് അത്ര സുഖം ഉണ്ടാവില്ല അത് കേൾക്കാനായിട്ട്. ആ ഗ്രാഫ് വരുന്നത് നോക്കൂ, ആ വേവിൻ്റെ ഷേപ്പാണ് ഗ്രാഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതേ ഷേപ്പിൽ തന്നെ ഫ്ലെയിം, ആ പ്രഷർ വേരിയേഷൻ സംഭവിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കാണുന്നത് ഏതാണ്ട് ഹാഫ് വേവ് അല്ലേ, നോഡ് 1 എന്ന് പറയാം നമുക്കിതിന്. ആ നോഡ് 1 വിസിബിൾ ആയതുകൊണ്ട് നമുക്കിതിനെ ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് വിളിക്കാം. ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 150-200 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി ഒന്നും അത്ര സാധാരണ മൊബൈൽ സ്പീക്കറിലോ അല്ലെങ്കിൽ ടാബ്ലറ്റിൻ്റെ സ്പീക്കറിലോ ഒന്നും അത്ര നന്നായി കേൾക്കില്ല. ഇപ്പോൾ നമുക്ക് നോഡ് 1 നോഡ് 2 കണ്ടില്ലേ, 2 ഹാഫ് വേവുകൾ വിസിബിളാണ്. അതുകൊണ്ട് നമുക്കിതിനെ സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കാം. ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് തേർഡ് ഹാർമോണിക്സിൻ്റെ ഒരു ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 നോഡുകൾ നമുക്ക് കാണാം, അതുകൊണ്ട് നമുക്കിത് തേർഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ നമുക്ക് 4 ഹാഫ് വേവുകൾ, അതായത് 4 നോഡുകൾ വിസിബിളാണ്. അതുകൊണ്ട് നമുക്കിതിനെ ഫോർത്ത് ഹാർമോണിക്സ് എന്ന് വിളിക്കാം.
ഫിഫ്ത്ത് ഹാർമോണിക്സ് നമുക്ക് അത്ര വിസിബിളായിട്ട് വന്നില്ല. ഈ ഹാർമോണിക്സ് കൂടും തോറും, അതായത് ഫ്രീക്വൻസി കൂടും തോറും ആ ഫ്രീക്വൻസിൻ്റെ സ്ട്രെങ്ത്തും വളരെ ഫീബിൾ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രാഫ് ശ്രദ്ധിച്ചറിയാം, തുടക്കത്തിൽ ആ ഗ്രാഫിന് ഭയങ്കര വണ്ണം ഉണ്ടായിരുന്നു. അതായത് ആ നീലയും ആ ചുവപ്പും ലൈൻസ് ഉണ്ടല്ലോ, ബൗണ്ടറി ലൈൻസ് മുകളിലും താഴെയും, അതിൻ്റെ ഒപ്പത്തിനാണ് തുടക്കത്തിൽ വേവ്സിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നത്. ഈ നീലയും ചുവപ്പും എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പിൻ്റെ ഏതാണ്ട് വണ്ണമാണ്, പൈപ്പിൻ്റെ ഡയമീറ്ററാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഡയമീറ്ററിൽ തന്നെയാണ് ഞാനിത് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, സിക്സ്ത് ഹാർമോണിക്സ് ആണ് ഇപ്പോൾ വിസിബിൾ ആവുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകെ പോകെ വീണ്ടും ഫ്രീക്വൻസി ഫീബിൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹാർമോണിക്സ് അത്ര വിസിബിൾ ആവില്ല, കാരണം പൈപ്പിൻ്റെ വണ്ണം വളരെ കൂടുതലും അതിനകത്ത് നടക്കുന്ന പ്രഷർ വേരിയേഷൻസിൻ്റെ വണ്ണം വളരെ കുറവുമാവും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വൈബ്രേഷൻ മാത്രം നമുക്ക് അവിടെ ഫീൽ ചെയ്യാം ആ ഫ്ലെയിമിൽ, അത്രമാത്രമേ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഓക്കെ, നമുക്കെന്തായാലും 1000 ഹെഡ്സ് വരയ്ക്കും പോയി നോക്കാം. ഇപ്പോൾ ഒരു ഹാർമോണിക്സ് റെസൊനേറ്റ് ആയിട്ട് വരുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. ഇത് നമുക്ക് 8th ഹാർമോണിക്സ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനിയുള്ള ഹാർമോണിക്സ് ഒന്നും അത്ര വിസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും 1000 ഹെർട്സ് വരെ ഒന്ന് പോയി നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഏതായാലും പഠിക്കുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഡിപ്ലോമ, +2 സയൻസ് ഗ്രൂപ്പൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.